ഇന്ന് ഗായത്രിയുടെ ഒരു മെയിലാണ് നമ്മൾ വായിക്കുന്നത്. മാഡം, എൻ്റെ പേര് ഗായത്രി, യഥാർത്ഥ പേരല്ല. എനിക്ക് 30 വയസ്സായി മാഡം. ഇതുവരെയും എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അതിന് കാരണം വിശ്വാസവും ജാതകവും ഒക്കെയാണ്. ട്രഡീഷണലായി ജീവിക്കുന്നൊരു കുടുംബമാണ് ഞങ്ങളുടേത്. ഇത്തരം കാര്യങ്ങളിൽ വിശ്വസിക്കുന്നു. എനിക്കാണെങ്കിൽ ആരെയും പ്രേമിക്കാനുള്ള കഴിവൊന്നും അന്നും ഉണ്ടായിരുന്നില്ല. ചെറിയൊരു ജോലിയുണ്ട്, വീടിന് അടുത്ത് തന്നെയാണ്. ഒരു സ്വകാര്യ സ്ഥാപനത്തിലാണ്. അവിടെ പോകുന്നു വരുന്നു. അതല്ലാതെ എനിക്ക് അധികം പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്നു. എൻ്റെ കൂടെ പഠിച്ച് പലർക്കും കുട്ടികളായി, എല്ലാവരും കല്യാണവും കഴിച്ചു. ആർക്കും ഒരു പ്രശ്നവുമില്ല. എനിക്ക് മാത്രം ജാതക പ്രശ്നമാണ്. ജാതകത്തിൽ വിശ്വസിക്കാത്ത ഒരാളെ പ്രേമിക്കാനെന്നൊക്കെ എൻ്റെ കൂട്ടുകാരികൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രേമിക്കാൻ അങ്ങനെ ഒരാളെ കിട്ടിയില്ല. എനിക്ക് ഒന്നും ചെയ്യാനില്ലാത്ത ഒരവസ്ഥയാണിത്. എനിക്കൊരു സഹോദരനുണ്ട്, എന്നേക്കാൾ 2 വയസ്സിന് മൂത്താണ്. അവൻ്റെയും കല്യാണം കഴിഞ്ഞിട്ടില്ല. പക്ഷേ അവന് നല്ലൊരു ജോലിയുണ്ട്. എന്നിട്ടും കല്യാണമൊന്നും നടക്കുന്നില്ല മാഡം. ഈ ഒരവസ്ഥയിലാണ്. എല്ലാം ജാതകത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണെന്ന് പറഞ്ഞ് ഞാൻ വഴക്കുണ്ടാക്കും. അപ്പോൾ അമ്മയും അച്ഛനും പറയും, നിനക്ക് പാപദോഷമുള്ളതാണ്, നിനക്ക് പ്രശ്നമുണ്ടാവും, കിട്ടുന്നവന് പ്രശ്നമുണ്ടാകും. വരുന്നവരോടൊക്കെ ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പല ആണുങ്ങളും ഓടിപ്പോവുകയാണ് പതിവ്. എൻ്റെ കല്യാണം ഇനി നടക്കില്ലെന്ന് എൻ്റെ മനസ്സ് പറയാറുണ്ട്. ആരെയെങ്കിലും ചുമ്മാ അങ്ങ് പ്രേമിക്കണം എന്നൊക്കെ തോന്നും. പക്ഷേ എവിടെ പ്രേമിക്കാനാണ്? എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ആരെ പ്രേമിക്കാനോ അല്ലെങ്കിൽ അങ്ങോട്ട് കയറി മിണ്ടാനോ ഇങ്ങോട്ട് വന്നാൽ റൊമാൻറ്റിക്കായിട്ട് പെരുമാറാനോ ഒന്നും അറിയില്ല. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ കുഴിച്ചു മൂടപ്പെട്ട ഒത്തിരി മോഹങ്ങൾ എനിക്കുണ്ട്. ഞാൻ അതിലൊക്കെ ഇത്തിരി ഓവർ ഡോസായി ചിന്തിക്കുന്ന ആളാണ്. പുറമെ ആർക്കും അറിയില്ല. എൻ്റെ ഉള്ളിൽ തിളച്ചു മറിച്ചിലുണ്ട്. പക്ഷേ പുറമേ ഞാനൊരു പാവമായിട്ടാണ് അഭിനയിക്കുക. എനിക്ക് ആരോടൊന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഒരു 6-7 മാസത്തിന് മുമ്പാണ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം വേറൊരാൾക്ക് കൈമാറിയത്. അവരത് കുറച്ചുകൂടി വിലപ്പെടുത്തി. അപ്പോൾ വേറൊരു സ്റ്റാഫിനെ കൂടെ നിയമിച്ചു. അവൾ എന്നേക്കാൾ പ്രായം കുറഞ്ഞ പെണ്ണാണ്. ഒരു 24 വയസ്സ് കാണും. വന്നു കഴിഞ്ഞപ്പോഴേ അവൾ എൻ്റെ അടുത്ത് കൂടി ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് സൗഹൃദത്തിൽ സംസാരിക്കാൻ തുടങ്ങി. സാധാരണ ഞാനങ്ങനെ ആരോടും സംസാരിക്കാറില്ല. ജസ്റ്റ് കാര്യങ്ങൾ സംസാരിക്കും പോകും. എനിക്കങ്ങനെ ഹൃദയം തുറന്ന് സംസാരിക്കുന്ന ആൾക്കാരൊന്നും ഇപ്പോഴില്ല. പണ്ട് പഠിച്ചവരെ കണ്ടു കഴിഞ്ഞാൽ പലപ്പോഴും സംസാരിക്കും. എങ്കിലും അവരുമായിട്ടൊന്നും എനിക്ക് ഒരു കോണ്ടാക്റ്റുമില്ല. കാര്യം അവരെല്ലാം തിരക്കിലല്ലേ മാഡം. എന്തായാലും ഇവൾ വന്നു കഴിഞ്ഞതിൽ പിന്നാണ് എനിക്ക് ഒരു റിലാക്സേഷൻ ആയത്. അവളാണെങ്കിൽ ഉച്ച സമയത്തൊക്കെ ആവശ്യമില്ലാത്ത കുറേ കഥകളൊക്കെ പറയും. അവൾക്ക് ഒരു കാമുകനുണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടി പല സ്ഥലത്തും കറങ്ങാൻ പോയിട്ടുണ്ട്. അവസാനം അവൻ അവളെ തേച്ചു. അതിൻ്റെ പേരിൽ അവൾ 6 മാസം കരഞ്ഞു. പിന്നെ നല്ലൊരുത്തനെ കണ്ട് അവൻ്റെ കൂടാണ് ഇപ്പോൾ ഇനി ഇവനെ ഞാൻ തേക്കും എന്നൊക്കെ അവൾ പറയും. അങ്ങനൊന്നും പറയരുത് മോളെ. കാരണം ഒരു കല്യാണം കഴിക്കാതെ ഞാൻ എത്ര വിങ്ങിപ്പൊട്ടി നിൽക്കുകയാണ്. നിനക്ക് നല്ലൊരു പയ്യനെ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അവനെ നീട്ട് കുരം കളിപ്പിക്കുകയാണോന്ന്. അപ്പോൾ അവൾ പറയും, ചേച്ചി ഇവന്മാരുടെ ചിന്തകളൊക്കെ എന്താണെന്നറിയാമോ? മറ്റ് കാര്യങ്ങളാണ്, അത്രയേ ഉള്ളൂ. ഇവനും അങ്ങനെ തന്നെ. എൻജോയ്മെൻറ്റിനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. നമ്മളും ആ കൂട്ടത്തിൽ അങ്ങ് നിൽക്കുക. അവർ നമ്മളെ തേക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളങ്ങ് തേച്ച് കഴിഞ്ഞാൽ അവർക്ക് സന്തോഷം, നമുക്ക് സന്തോഷം. ഓ അങ്ങനെയൊന്നും ആയിരിക്കില്ല, ഇവൻ ചിലപ്പോൾ നല്ല സ്വഭാവമുള്ളവനായിരിക്കുമെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ 1 വർഷത്തിനുള്ളിൽ അവൻ ഇങ്ങോട്ട് വന്ന് എന്നെ കല്യാണം കഴിക്കണമെന്ന് പറയാം, എങ്കിൽ ഞാൻ വിശ്വസിക്കാം. ഞാൻ പറഞ്ഞു, നീ കാത്തിരിക്ക്, അവൻ പറയുമായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ട് 2-3 ആഴ്ച കഴിഞ്ഞപ്പം അവൾ പറയുകയാണ്, ഓ അവൻ്റെ വേറൊരു ചാറ്റ് ഞാൻ പിടിച്ചു. അവന് വേറൊരു പെണ്ണുമായിട്ട് ചാറ്റുണ്ടായിരുന്നു. ഇപ്പം അവന് ഞാനും തമ്മിൽ കമ്പനിയില്ല. ഇനി വേറൊരാളെ നോക്കാമെന്ന്. ഞാൻ ചോദിച്ചു, ഈ ചെറിയ പ്രായത്തിൽ നീ എത്ര പേരെയാണ് പ്രേമിക്കുന്നത്? ഇതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, ചേച്ചി ചെറിയ പ്രായത്തിൽ നീ എത്ര പേരെ പ്രേമിച്ചു എന്ന് ചേച്ചി ചോദിക്കരുത്, എത്ര ഡാഷ് കണ്ടു എന്ന് ചോദിക്കണമെന്ന് പറഞ്ഞ് കൂവച്ച് അവളെൻ്റെ ചെവിയിൽ ഒരു വാക്ക് പറഞ്ഞു. അത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ നീ ആണുങ്ങളല്ലേ സ്നേഹിക്കുന്നത്, ഇതാണോ സ്നേഹിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, അവന്മാർ സ്നേഹിക്കുന്നത് എന്താണ് ചേച്ചി എന്ന് പറഞ്ഞ് അവളൊരു വാചകം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്നോട് പറയുകയാണ്, അവന്മാരിത് സ്നേഹിക്കുകയാണെങ്കിൽ നമുക്കും അത് സ്നേഹിക്കാം എന്ന് പറഞ്ഞ് അവൾ തുറന്നു പറഞ്ഞു. ഞാൻ ചോദിച്ചു, സത്യത്തിൽ നീ എത്ര വട്ടം ചുറ്റിയടിച്ചു? അപ്പോൾ അവൾ പറഞ്ഞു, പ്രേമം എന്നുള്ള നിലയിൽ 2-3, പക്ഷേ ബാക്കിയൊന്നും പ്രേമമല്ല. അത്യാവശ്യ സന്ദർഭങ്ങളിൽ എമർജൻസി വിഭാഗത്തിൽ പോകില്ലേ എന്ന് പറഞ്ഞതുപോലൊരു സർവീസ്. എന്ന് പറഞ്ഞാൽ എന്താ എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ എൻ്റെ കവളിൽ തട്ടിട്ട് പറഞ്ഞു, ചേച്ചി
ചേച്ചിക്ക് ഇതുവരെയായിട്ടും ബുദ്ധി വളർന്നിട്ടില്ല, ശരീരം മാത്രമേ വളർന്നിട്ടുള്ളൂ. 30 വയസ്സായില്ലേ? ചേച്ചിക്ക് ഇതുവരെയും ഒരു എക്സ്പീരിയൻസും ഉണ്ടായിട്ടില്ല. ചേച്ചി ഇങ്ങനെ മലമ്പുഴ യക്ഷി പോലെ വിഴുന്നിട്ട് യാതൊരു കാര്യമില്ല. പാർക്കിൽ വരുന്നവർ കണ്ടിട്ട് പോകുന്നല്ലാതെ ചേച്ചിക്കും ഗുണമില്ല, അവർക്കും ഗുണമില്ല. എന്തോന്നാ കൊച്ചേ നീ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്നോട് പറഞ്ഞു, ചേച്ചി കല്യാണമല്ലേ നടക്കാതിരിക്കുന്നുള്ളൂ, ചേച്ചിക്ക് ഒരു ഭർത്താവിനെ കിട്ടുന്നില്ല. അതിനെന്താ, ഭർത്താവില്ലെങ്കിൽ അത്രയും നല്ലത്. നീ എന്തൊക്കെയായി പറയുന്നത്? ആ, ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് കൂടെ നിന്ന് വഴക്കം കേട്ട് വക്കാണോ കേട്ട് അവൻ 6 മാസം കഴിയുമ്പോൾ തൂക്കി നമ്മളെ ഒരു മൂലക്കിടും. ഇതിപ്പം 2 മാസം ഒരു ഭർത്താവ്, 2 ആഴ്ച ഒരു ഭർത്താവ്, 2 ദിവസം ഒരു ഭർത്താവ്, 2 മണിക്കൂർ ഒരു ഭർത്താവ് എന്ന് ചിന്തിച്ചാൽ എന്ത് രസമായിരിക്കും. നീ എന്താ പറഞ്ഞത്? ഇതിൻ്റെ ഗുഡൻസ് ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ചേച്ചി ആദ്യം ചെയ്യേണ്ടത് ഈ ജാതകം, പഴയ വിശ്വാസം, കുടുംബത്തിൻ്റെ പാരമ്പര്യം ഇതൊന്നും നോക്കാതെ അങ്ങ് ജീവിക്കുക. അയ്യോ അതെങ്ങനെയാ ചേച്ചി? അതിലൊന്നും മുറുക്ക പിടിക്കരുത്, അതിൽ പതുക്കെ പിടിക്കുക. നമ്മൾ അകത്തെന്താണെന്നുള്ളത് പുറത്തറിയരുത്, പുറത്തെന്താണെന്നുള്ളത് അകത്തറിയരുതും. എന്താണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എൻ്റെ പൊന്നു ചേച്ചി, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, തൽക്കാലം കല്യാണം കഴിക്കണ്ട. ചേച്ചി ഇങ്ങനെ 30 വയസ്സ് വരെ വരണ്ടുണങ്ങി നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതിനിടയ്ക്ക് എത്ര ആണുങ്ങളുണ്ട് രഹസ്യമായി പോയി എൻജോയ് ചെയ്തതോ, നല്ല വെളുത്ത് തൊടുത്ത് അത്യാവശ്യം എല്ലാമുള്ള ചേച്ചി എന്തിനാണ് ഇങ്ങനെ പാടാതുരിതം പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നത്? അതിന് കാര്യമില്ല. ആരെയും പ്രേമിക്കാനൊന്നും പോകണ്ട. ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും ഒന്ന് സന്ധിക്കുക, എവിടെയെങ്കിലും ഒന്ന് പോകുക. 2 മണിക്കൂറാണെങ്കിലും മതിയെന്ന് ഞാൻ പറഞ്ഞില്ലേ? നീ എന്താ പറഞ്ഞത്? അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ എൻ്റെ മനസ്സിലുണ്ടെങ്കിലും എനിക്കതൊക്കെ പേടിയാണ്. ആരെങ്കിലും അറിഞ്ഞാൽ എന്ത് ചെയ്യും? ആരെങ്കിലും കണ്ടാൽ എന്ത് ചെയ്യും? എനിക്ക് ഭയങ്കര പേടിയാണ്. കുറച്ച് പേടിയൊക്കെ ചേച്ചി നല്ലതാണ്, പക്ഷേ എന്ന് വെച്ച് പേടിച്ച് ഇങ്ങനെ ഇരിക്കരുത്. ഞാൻ യഥാർത്ഥത്തിൽ ചേച്ചിയോട് തുറന്നു ചോദിക്കണം, ചേച്ചിക്ക് ആണുങ്ങളുമായി ഒന്ന് കൂട്ടുകൂടാൻ ഇഷ്ടമല്ലേ? മോളെയടി, എനിക്കാണെങ്കിൽ സൗഹൃദം ഒന്നും നിലനിർത്താൻ അറിയില്ല. എനിക്ക് ആണുങ്ങളോട് അങ്ങനെ സംസാരിക്കാനൊന്നും അറിയില്ല. ചേച്ചിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല മോഹമുണ്ടെന്ന് എനിക്കറിയാം. ആ അതെന്താ നിനക്കങ്ങനെ അറിയാമെന്നേ? അല്ല, ചേച്ചിയുടെ കൈവിരലുകളൊക്കെ ഞാൻ നോക്കിയായിരുന്നു, അവിടെ നഖമൊന്നുമില്ലല്ലോ. നീ എന്താടി ഉദ്ദേശിച്ചത്? നഖം അതിരുന്ന് കഴിഞ്ഞാൽ അഴുക്ക് കയറില്ലേ? അഴുക്ക് കയറില്ല, എനിക്കെല്ലാം മനസ്സിലായി ചേച്ചി. ഓരോന്നൊക്കെ ഓർത്ത് വെറുതെ ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദമല്ലേ ചേച്ചി യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത്? ഒന്ന് പോടി, അതൊക്കെ റിസ്ക്കാ. ഒരു റിസ്ക്കുമില്ല. ഞാൻ പറയാം, ചേച്ചി ആരോടും മിണ്ടണ്ട, ആരോടും സൗഹൃദവും പുലർത്തണ്ട. ചേച്ചിയുടെ മൊബൈലിലേക്ക് ഒരു ഫോൺ പോലും വരില്ല. ചേച്ചി ആരും ശല്യപ്പെടുത്തില്ല, പക്ഷേ ചേച്ചിയുടെ ഇഷ്ടങ്ങൾ നടക്കുകയും ചെയ്യും. നീ എന്തൊക്കെയാണ് പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ചേച്ചി. എല്ലാം മനസ്സിലായിട്ടും മനസ്സിലാകാത്ത മാതിരി നടിക്കരുത്. എടി, എനിക്ക് സത്യമായിട്ടൊന്നും മനസ്സിലായില്ല. നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് തുറന്നു പറ. അപ്പോൾ അവൾ പറഞ്ഞു, ഇഷ്ടം പോലെ ആണുങ്ങളുണ്ട്, അവരും ചില ആൾക്കാർക്ക് നാണമാണ്, പക്ഷേ ഈ കാര്യത്തിൽ ഒത്തിരി ഇഷ്ടമാണ്. അവരുടെ ഊരും പേരുമൊന്നും ആരും അറിയുന്നത് അവർക്ക് ഇഷ്ടമല്ല. മൊബൈൽ നമ്പരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് പ്രശ്നമാകുന്നതും അവർക്ക് ഇഷ്ടമല്ല. ചിലപ്പോൾ കല്യാണം കഴിച്ചവരായിരിക്കും. അപ്പോൾ ചാറ്റൊന്നും വേണ്ട, ഏതെങ്കിലും ഒരു ഹോട്ടലിലോ വീട്ടിലോ പോവുക. ആ സമയത്ത് ഇഷ്ടമായെങ്കിൽ അധികമൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. ഇടയ്ക്ക് ചേച്ചി ഒരു മദ്ദളമേളം ഇട്ട് കൊടുത്താൽ മതി. ആ ഓ ഇങ്ങനെയൊക്കെ ചേച്ചിക്ക് ശബ്ദങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമുള്ളൂ. അല്ലാതെ അയാളുടെ ഡീറ്റെയിൽസോ ചേച്ചിയുടെ ഡീറ്റെയിൽസോ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. പിന്നെ ഇഷ്ടമാകുകയാണെങ്കിൽ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് വല്ല മൊബൈൽ നമ്പരൊക്കെ കൊടുക്കാം. അതിൻ്റെ ആവശ്യമില്ല. സീക്രട്ടായിട്ട് ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ അങ്ങോട്ടും ഇങ്ങോട്ടും 1 or 2 വട്ടം കാണാനൊക്കെയുള്ള സെറ്റപ്പുകളൊക്കെ ഇവിടെയുണ്ട് ചേച്ചി. ആവശ്യം എന്താണ്? അതിനുവേണ്ടി മാത്രം കാണുക, അതിനുവേണ്ടി മാത്രം ചിലവഴിക്കുക. അത് കഴിഞ്ഞ് ഒരു ബാധ്യതയുമില്ലാതെ പിരിഞ്ഞു പോവുക. അതല്ലേ നല്ലത്? അയ്യോ, ഇങ്ങനെയൊക്കെയുള്ള സെറ്റപ്പ് ഉണ്ടോ? എന്തെല്ലാം സെറ്റപ്പുകളുണ്ട് ചേച്ചി. നമ്മളുടെ ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇഷ്ടത്തിനുള്ള ആളുകൾ വരും. നമുക്കിപ്പോൾ നമ്മുടെ പേരോ മൊബൈൽ നമ്പരോ കൊടുക്കാൻ താല്പര്യമില്ല, പക്ഷേ അതല്ലാതെ ചാറ്റ് ചെയ്ത് ഒരു സ്ഥലം ഫിക്സ് ചെയ്യാമല്ലോ. എടി, അങ്ങനെ ഒന്നും കൊടുക്കാതെ ആരെങ്കിലും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവസാനം അതെന്തെങ്കിലും പ്രശ്നമാകില്ലേ? അത് വല്ല വീഡിയോ മറ്റെടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ പ്രശ്നം, അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. അങ്ങേരും വരുന്നു, ചേച്ചിയും പോകുന്നു, 2 പേർക്ക് ഇഷ്ടമാണ്. 2 മണിക്കൂർ കഴിയുന്നു, ഒരു ദിവസം കഴിയുന്നു, പിന്നെ പോരുന്നു. അതിലെന്ത് റിസ്ക്കാണുള്ളത്? ഒരു കുഴപ്പമില്ല. എടി, ഈ സെറ്റപ്പൊക്കെ നിനക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? അതൊക്കെ ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പുണ്ട് ടെലഗ്രാമിൽ. അവിടെ ഇങ്ങനെയാണ്, ആ പ്രൊഫൈൽ മാത്രമേ ഉള്ളൂ. നമ്പറൊന്നും എക്സ്ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യുക,
കൃത്യമായ സ്പോട്ടിൽ പോവുക, കാണുക, സംസാരിക്കുക, ഇഷ്ടമായെങ്കിൽ രണ്ടുപേരും കൂട്ടിലേക്ക് ചേക്കേറുക, ഇണക്കിളികളാകുക, തിരിച്ചു പോരുക. ചേച്ചിക്ക് അവിടെ കൂട്ടിലകപ്പെട്ട കിളിയെപ്പോലെ ഇടയ്ക്ക് ചിലയ്ക്കാം, അത്രേ ഉള്ളൂ എന്നവൾ പറഞ്ഞു. നീ പറയുന്നതൊക്കെ കറക്റ്റാണോ, അതോ നീ എന്നെ ഇളക്കാൻ വേണ്ടി പറയുന്നതാണോ? ഞാൻ ഇളക്കാനും ഒന്നും പറയുന്നല്ല. ചേച്ചിക്ക് അങ്ങനെ സെറ്റപ്പിൽ ഞാൻ തന്നെ ശരിയാക്കി തരാം. ആ ഗ്രൂപ്പിൽ ഞാൻ ചേച്ചിക്ക് വേണ്ടി മീറ്റപ്പ് അറേഞ്ച് ചെയ്യാം. പക്ഷെ വേറെ കാര്യമുണ്ട്, ചേച്ചിയുടെ മുഖമല്ലാതെ ചില ഫോട്ടോകൾ എനിക്ക് വേണ്ടി വരും. ഒന്ന് പോവണ്ണേ, എനിക്ക് പേടിയാ. പേടി പറഞ്ഞുകൊണ്ടിരുന്നോ? ചേച്ചി നന്നായിട്ട് ആലോചിക്ക്. ഓക്കെ ആണെങ്കിൽ എന്നോട് പറയാൻ പറഞ്ഞു. എനിക്ക് ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു വഴിയാണെന്ന് തോന്നി. എൻ്റെ ഒരു കാര്യങ്ങളും വെളിപ്പെടുത്തണ്ട. അങ്ങനെയാണെങ്കിൽ നല്ലതല്ലേ? ഇത്രയും കാലം ഞാൻ വെറുതെ നിന്നു. ഈ മരുഭൂമിയിൽ മഴ പൊഴിക്കാൻ ആരെങ്കിലും വന്നാൽ നല്ലതല്ലേ എന്നോർത്തു. എനിക്കാണെങ്കിൽ പണ്ടേ ഇളക്കമാണ്. ഇവളാണെങ്കിൽ എനിക്ക് പറ്റിയവളാണ്, നല്ല ഇളക്കക്കാരി. അകത്തും പുറത്തും ഞാൻ. അകത്ത് ഇളക്കം, പുറത്ത് ഭാവം. ഒരു ദിവസം അവൾ എൻ്റെ മുഖമില്ലാത്ത ചില ഫോട്ടോകൾ എടുത്തു. ചേച്ചി, യഥാർത്ഥത്തിൽ ഇത്രയും വയസ്സായിട്ടും ചേച്ചി ഇതൊക്കെ നിലനിർത്തുന്നുണ്ടല്ലോ, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലോ. ഇതൊക്കെ കാണുമ്പോഴേക്കും പല ആണുങ്ങളുടെയും കൺട്രോൾ പോകും എന്ന് പറഞ്ഞ് അവൾ ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോളെ സൂക്ഷിക്കണേ, ആരും അറിയരുതേ. പിന്നെ ആരും കാണാത്ത ഇതൊക്കെ ആര് കണ്ട് തിരിച്ചറിയാനത്? എന്താ വിരലടയാളം മറ്റോ ആണോ എന്ന് പറഞ്ഞ് അവളിനെ കളിയാക്കി. അവൾ ചാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും നീ ചാറ്റ് തുടങ്ങിയോ എന്ന് ചോദിച്ചപ്പോഴേക്കും അവൾ പറഞ്ഞു, കൊച്ചു കള്ളി, 2-3 വള്ളം കരയ്ക്ക് അടിഞ്ഞിട്ടുണ്ട്, ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അവൾ 3 പേരുടെ ഫോട്ടോ എന്നെ കാണിച്ചു. ഒന്ന് 45 വയസ്സുള്ള ഒരാൾ ഒരു കൊച്ചു പയ്യനാണ്. ബാക്കിയുള്ള ഒരാൾക്ക് ഒരു 30 വയസ്സ് കാണുമായിരിക്കും. പക്ഷേ ആ 45കാരനാണ് എനിക്കിഷ്ടപ്പെട്ടത്. മച്ചോർ, നല്ല ആണത്തമുള്ള ശരീരം, എൻ്റെ ഭർത്താവാകാൻ പറ്റിയ ഒരാൾ. കണ്ടു കഴിഞ്ഞാൽ 10-30 വയസ്സൊക്കെ തോന്നിക്കുള്ളൂ, എങ്കിലും അയാൾക്ക് നല്ല മച്യൂരിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞതേ ഇങ്ങനെ ഒരാളാണ് എനിക്കിഷ്ടമെന്ന്. പുള്ളി കല്യാണം കഴിച്ചതാണ്, ഭാര്യമട്ടയ്ക്ക് എന്തൊക്കെ ഇഷ്യുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ആവശ്യങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. പിന്നെ റെപ്യൂട്ടഡായ ഒരു പൊസിഷനുള്ള ആളാണ്. അതുകൊണ്ടാണ് പുള്ളിക്ക് ഐഡൻറ്റിറ്റി ആരോടും വെളിപ്പെടുത്താനോ സൗഹൃദത്തിനോ ഒന്നും താല്പര്യമില്ലാത്തത്. വരിക പോവുക, അതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. എടി, പക്ഷേ ഇവരൊക്കെ മുഖത്തിൻ്റെ ഫോട്ടോ അയച്ചെന്നല്ലോ. അതിനും തേച്ചി നല്ല ഫോട്ടോ അയച്ചു തരുന്നതും അത് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മുടെ മുഖ ഫോട്ടോ അയച്ചു കൊടുക്കണമെന്ന് പറയുമോ? അതൊന്നുമില്ല. നമ്മൾ ആവശ്യമുള്ളത് കൊടുത്തല്ലോ. അവർക്കാണെങ്കിൽ കുറച്ചുകൂടി ധൈര്യം കാണും. ആണുങ്ങളല്ലേ. എന്തായാലും ഇത് ഫിക്സ്ഡ് ആണ്. ഇവർക്ക് എല്ലാവർക്കും ചേച്ചി ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഈ ചേട്ടനെ ഫിക്സ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഫിക്സ് ചെയ്തോ. പക്ഷേ മോളെ, നീ എൻ്റെ കൂടെ വരണം, പുള്ളി ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അതിനെന്താ, ഞാൻ വരാം, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ നമ്പരൊന്നും കൊടുക്കാതെ ആ ഗ്രൂപ്പിൽ ചാറ്റ് ചെയ്ത് ഒരു ദിവസം അവിടെ ഒരു പാർക്കിൻ്റെ സൈഡിൽ വെച്ച് കണ്ടുമുട്ടിയത്. അദ്ദേഹം കാറിൽ വന്നിറങ്ങി. മാഡം, ഞാൻ ഫോട്ടോയിൽ കണ്ടതിനേക്കാൾ ആണത്തമുണ്ട്. ശരിക്കും എന്നെ കെട്ടാൻ പറ്റിയ ഒരാൾ. പക്ഷെ എന്ത് ചെയ്യാൻ, അദ്ദേഹത്തിന് എന്നേക്കാൾ നല്ല പ്രായമുണ്ട്. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹം കല്യാണം കഴിച്ചിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ആളാണല്ലോ. എങ്കിലും എൻ്റെ ഭർത്താവ് സങ്കല്പത്തിൽ പെട്ട ഒരാൾ. വന്നു കഴിഞ്ഞപ്പോഴേക്കും പുള്ളി പേരൊന്നും ചോദിച്ചില്ല. എന്നെ ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന്. അവളെയും പരിചയപ്പെട്ടു. പിന്നെ അദ്ദേഹവും ഇങ്ങോട്ട് കുശലങ്ങളൊക്കെ പറഞ്ഞു. പേരൊക്കെ ഞങ്ങൾ വായി തോന്നിയാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ പേര് ശരിയാണോന്നറിയില്ല. ഞങ്ങൾ പറഞ്ഞ പേരും ഒട്ടും ശരിയില്ലായിരുന്നു. എന്തായാലും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അവിടേക്ക് പോകാം. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹൗസാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ഈ ചേച്ചിക്ക് നല്ല പേടിയുണ്ട്, അതുകൊണ്ട് ഞാനും വരും, ഞാൻ പുറത്തിരുന്നോളാന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ് അയാൾ ഞങ്ങളെ കാറിൽ കയറ്റി. അങ്ങനെ ഞങ്ങൾ ഒരു വീടിൻ്റെ മുന്നിൽ ചെന്ന് നിന്നു. അതിന് താഴെ താമസമില്ല, മുകൾ നിലയിലാണ് ഞങ്ങൾക്കുള്ള റൂം. ചെറിയൊരു സ്വീകരണ മുറി പോലെയുണ്ട്. അവിടെ അവൾ ഇരുന്നു മൊബൈലിൽ എന്തൊക്കെയോ കാണുകയാണ്, ചെവിയിൽ കുത്തി. എന്തായാലും അവൾ അതിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ രണ്ടുപേരും അകത്തേക്ക് പോയി. ഞാൻ പറഞ്ഞു, എനിക്ക് പേടിയാണ്, 30 വയസ്സായിട്ടും കല്യാണം കഴിഞ്ഞിട്ടില്ല, എനിക്ക് ഒരനുഭവമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, അതൊന്നും സാരമില്ല, പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയണ്ട, അത്തരം സംഭാഷണങ്ങൾ നമുക്ക് ഒഴിവാക്കാം. ജീവിതത്തിൽ അങ്ങനെ പല പ്രശ്നങ്ങളും കാണും. നമ്മൾ വന്നത് സന്തോഷകരമായ കാര്യങ്ങൾക്കാണ്. ഫോട്ടോയിൽ കണ്ടതുമായി എനിക്ക് താരതമ്യ പഠനം നടത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് നാണമായിരുന്നു. കണ്ണു പൊത്തിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഓർത്തു, കണ്ണു പൊത്തിയാരെങ്കിലും
കണ്ണാരം പൊത്തിക്കളിക്കാൻ ഒരാൾ വരുമല്ലോ. പിന്നെ നാണിച്ചിട്ടൊരു കാര്യമില്ല. രണ്ടും കൽപ്പിച്ചിറങ്ങിയതാണ്. 30 വയസ്സ് വരെ വെറുതെ ഞാൻ നിന്നു. ഇപ്പോഴെങ്കിലും മരുഭൂമിയിലെ മരുപ്പച്ചയിൽ ഒരു മഴ പെയ്യണ്ടേ? മഴ പെയ്ത് ജലം നിറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഈന്തപ്പനകൾ നന്നായി പൂവിട്ടു. മൂത്ത് പഴുത്ത് വീഴാറായി നിൽക്കുന്ന ഈന്തപ്പഴം ആരെങ്കിലും പറിക്കാൻ വരുമ്പോൾ അയ്യോ വേണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതുകൊണ്ട് ഞാൻ കണ്ണടച്ചു. പക്ഷേ അദ്ദേഹം എന്നെ അഭിനന്ദിച്ചു. ഞാൻ ഇത്രയും സുന്ദരിയാണ് നീയെന്ന് വിചാരിച്ചില്ല. സ്വന്തമാക്കാൻ മോഹമാകുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പോപ്പോയിൽ കൂടി തുടങ്ങി. ഞാൻ ആദ്യമായിട്ടാണ് മാഡം. എല്ലാം വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, അതല്ലാതെ ഒന്നുമില്ല. പക്ഷേ എൻ്റെ മനസ്സിന് ഒത്തൊരു പുരുഷൻ, അതും ആണത്തം കൂടുതലുള്ളൊരു പുരുഷൻ. അങ്ങേർ ഇങ്ങനെയൊക്കെ എന്നെ കളത്തിലേക്ക് ഇറക്കിയിട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി, ഇനി ആടണം, ഞാൻ മുടിയാടണം. ഇല്ലെങ്കിൽ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അദ്ദേഹത്തോട് കട്ടയ്ക്ക് നിന്നെങ്കിൽ മാത്രമേ ഔട്ട്കം ഉണ്ടാകൂ. ഔട്ട്കം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ പോയത് വൃഥാവിലായി പോകും. ഇവിടെ ഞാനും ആക്റ്റീവായി നിൽക്കണം. ആദ്യത്തെ ആഗ്രഹമാണ്, ആദ്യത്തെ രംഗവേദിയാണ്. അവിടെ ഞാൻ കുച്ചിപ്പുടി നടനമാടും എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നതുപോലെ എൻ്റെ കൈകൾ അങ്ങോട്ടും പോയി. ഞാനും തേടി മൂലവിഗ്രഹം. പിന്നെ ഒന്നും പറയണ്ടല്ലോ, അദ്ദേഹം എന്നെ അഭിനന്ദിച്ചു. ആദ്യമാണെന്ന് പറഞ്ഞിട്ട് ആക്രാന്തം കൂടുതലാണല്ലോ എന്ന് ഞാൻ പറഞ്ഞു. എന്നെ കളിയാക്കരുത്. ആദ്യമാണെങ്കിലും മനസ്സിനുള്ളിൽ ഞാൻ നിറഞ്ഞിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, നിറഞ്ഞു കവിഞ്ഞ മനസ്സ് ഞാനൊന്ന് കാണട്ടെ എന്ന്. പനാമ കടലിടുക്കിലൂടെ കപ്പൽ പോകുന്നത് ഞാൻ ഡിസ്കവറി ചാനൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, കനാല് തോണ്ടാൻ വരുന്നവന് നല്ല കരുത്ത് വേണം. എങ്കിൽ മാത്രമേ കടലിടുക്ക് വഴി ഗതാഗതം സമ്പുഷ്ടമാകൂ. ഞാൻ ശരിക്കും ആർത്ത് വിളിക്കുകയായിരുന്നു. കുരവിട്ട പെൺകുടിയെപ്പോലെ ഞാനും അലിഞ്ഞു ചേർന്ന് പോയി. എനിക്ക് മനസ്സിലായി, ഇതാണ് എൻ്റെ സ്വർഗം. കല്യാണം കഴിച്ചില്ലേ എന്ന് പറഞ്ഞ് വീട്ടുകാരെ നോക്കിയിരുന്നിട്ടൊരു കാര്യമില്ല. എൻ്റെ കൂട്ടുകാരി പുറത്തിരിക്കുന്നവൾ, അവിടെ കാല് കഴുകി വെള്ളം കുടിക്കണം. ഇങ്ങനൊരു ഐഡിയ എനിക്ക് വെളിവാക്കി തന്നതിന് എന്തായാലും മാഡം 1.5 മണിക്കൂർ അവിടെ കന്യാംഗത്തിൻ്റെ കളിത്തട്ടിൽ കളരിപ്പയറ്റ് മുറകൾ ഞങ്ങൾ അഭ്യസിച്ചു. അത് കഴിഞ്ഞ് കളരി വീരനെ വണങ്ങി ഉപചാരം ചൊല്ലി പിരിയാൻ തുടങ്ങി. അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് തന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അരമണിക്കൂർ നിൽക്കാമെങ്കിൽ കന്റിക്കളരി 2ാം കളരിയായി മാറ്റാമെന്ന് പറഞ്ഞു. ഞാൻ അതിന് സമ്മതിച്ചു. 2 കളരികളും കഴിഞ്ഞു വന്നപ്പോഴേക്കും എൻ്റെ കൂട്ടുകാരി ബോറടിച്ചിരുന്നു. അവളെന്നെ വഴക്ക് പറഞ്ഞു, ചേച്ചി ഇത്രയും സമയം എന്താ എടുത്തതെന്ന്. അപ്പോഴേക്കും പുള്ളി പറഞ്ഞു, വേണ്ട ദേഷ്യപ്പെടേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് 2 പേർക്കും ചെറിയ ബാഗിൽ നിന്ന് 2 നോട്ടുകെട്ടുകൾ സമ്മാനിച്ചു. അവളത് വാങ്ങിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞെങ്കിലും പുള്ളി അത് അടിച്ചേൽപ്പിച്ചു. എന്നിട്ട് ഞങ്ങളെ യാത്രയാക്കി പോയി. ഞാൻ തിരിച്ചു വരുമ്പോൾ, ഇത് ശരിയാകത്തില്ല, ഇതിനല്ല ഞാൻ പോയത്, എനിക്ക് ഓക്കെയാണ്, പക്ഷെ പൈസ വേണ്ടെന്ന് പറഞ്ഞു. ഉടനെ അവൾ പറഞ്ഞു, ചേച്ചി എനിക്ക് അത്യാവശ്യമുണ്ട് പൈസ, ചേച്ചി ഇങ്ങ് തന്നേക്കാൻ പറഞ്ഞു. പിന്നീട് അവൾ അടുത്ത ആൾക്ക് വേണ്ടി എന്നെ നിർബന്ധിച്ചു. ഫോട്ടോ കാണിച്ചപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ഇതുപോലെ കുറേ എന്ന് വെച്ചാൽ 10-20 വട്ടം പോയി മാഡം. അതിൽ ചിലരൊക്കെ പാരിതോഷികങ്ങൾ തന്നു. ബാഗ്, വാച്ച്, ഫോണ് അതൊക്കെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. പണം ഞാൻ ഇതുവരെ കൈകൊണ്ട് സ്വീകരിച്ചിട്ടില്ല. പണമെല്ലാം അവളാണ് വാങ്ങിച്ചത്. ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ എന്നെ വെച്ച് അവൾ നല്ലൊരു തുക ഉണ്ടാക്കിയിട്ടുണ്ട്. ആ തുക എന്തോ എനിക്ക് വാങ്ങാൻ തോന്നുന്നില്ല. പക്ഷേ മാഡം, എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആദ്യം വന്ന ആളാണ്. അദ്ദേഹം വന്ന് എന്നെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ പുള്ളി വരില്ല. 30 വയസ്സ് വരെ ഗുണവതിയായിരുന്നു ഞാൻ. ഈ ചെറിയ കാലയളവിൽ 1ഉം 2ഉം 3ഉം കടലുകളല്ല താണ്ടിയത്. ഒത്തിരി തിരകൾ വന്ന് ആർത്തലച്ച് വാഷൗട്ടായി പോയി മാഡം. മത്തി മുതൽ തിമിംഗലം വരെ ചാകര പോലെ വന്ന് കയറി ഇറങ്ങിപ്പോയ കടലാണ് ഞാൻ. പക്ഷേ മാഡം, ഇപ്പോൾ ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്. എൻ്റെ ജാതകമെല്ലാം അങ്ങയുടെ ജാതകമായിട്ട് ചേരും. പുള്ളിക്ക് 38 വയസ്സുണ്ട്. ഇതുവരെയും കല്യാണം കഴിച്ചിട്ടില്ല. ജാതകത്തിൻ്റെ പ്രശ്നമാണ്. ഇത് നടക്കും. പക്ഷേ എന്ത് വിശുദ്ധിയോടുകൂടി ഞാൻ അദ്ദേഹത്തെ സമീപിക്കും? അപ്പോൾ എൻ്റെ കൂട്ടുകാരി പറയാണ്, വിശുദ്ധി മണ്ണാങ്കട്ട ജാതകം. ചേച്ചി എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ച് അങ്ങനോടെ ജീവിക്കാൻ നോക്ക്. അങ്ങേര് 32 വയസ്സ് വരെ അവിടെ പുല്ല് പറക്കുകയായിരുന്നു. അങ്ങേര് ശരിയല്ല, ചേച്ചി ശരിയല്ല. കല്യാണം കഴിഞ്ഞുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അതിനു മുമ്പുള്ള കാര്യങ്ങൾ
കാര്യങ്ങൾ നോക്കരുത് എന്നവൾ പറഞ്ഞു. ആ സമയത്താണ് എൻ്റെ മനസ്സ് കൺഫ്യൂസ്ഡായി. പലതും ഞാൻ സെർച്ച് ചെയ്തു. അപ്പോഴാണ് മാഡത്തിൻ്റെ വീഡിയോ കാണുന്നത്. അതിൽ പലപ്പോഴും പറയുന്നുണ്ട്, മുൻപുള്ള ജീവിതത്തിലെ കാര്യങ്ങൾ മറന്നു കളയുക, വിവാഹ ജീവിതത്തിലേക്ക് കയറുമ്പോൾ പുതിയ കാര്യങ്ങൾ മാത്രം ആലോചിച്ച് പോയാൽ മതിയെന്ന്. അങ്ങനെ മതിയോ മാഡം? എനിക്ക് വിശ്വസ്തയായ ഒരു ഭാര്യ ആകാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളീ പറഞ്ഞതുപോലെ വെറുതെ ഇരിക്കുന്നു, ആൾക്കാരെ കാണുന്നു, ഓരോ ഫണ്ണ്, ഇതൊന്നുമല്ലോ ജീവിതം. ജീവിതം എന്ന് പറയുമ്പോഴേക്കും ഭാര്യയും ഭർത്താവും ചേർന്ന് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം മാത്രമാണ് ഓർത്തിരിക്കുന്നത്. വേറെ എന്തെല്ലാം റെസ്പോൺസിബിലിറ്റികളുണ്ട്. ജീവിതമാകുമ്പോഴേക്ക് രണ്ട് കുടുംബങ്ങൾ ചേർന്ന് കഴിയുമ്പോൾ അവിടെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സന്തോഷങ്ങൾ വരാം, പ്രശ്നങ്ങൾ വരാം. നമുക്ക് ഡേ ടു ഡേ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും കാണും, ചെയ്ത് തീർക്കാനും കാണും, അതേപോലെ തന്നെ സ്നേഹം പങ്കുവെക്കാനും കാണും. അപ്പോൾ അതൊരു റെസ്പോൺസിബിലിറ്റിയാണ്. ഇവിടെ റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല. ചാറ്റ് ചെയ്യുക, ഏതെങ്കിലും കോട്ടയുടെ മുകളിൽ കയറി പോവുക, അതല്ലല്ലോ ജീവിതം. രണ്ടാണ്. അപ്പോൾ രണ്ടിനും രണ്ട് രീതിയിലുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞു, അത് പോയി. ഇനിയിപ്പം ചാകര വന്നെന്ന് പറഞ്ഞാലും സ്രാവ് വന്നെന്ന് പറഞ്ഞാലും കൊമ്പൻ വന്നെന്ന് പറഞ്ഞാലും അത് കല്യാണത്തിന് മുമ്പാണ്. നിങ്ങളുടെ കൂട്ടുകാരി പറഞ്ഞത് ഏകദേശം ശരിയാണ്. പിന്നെ ഭർത്താവ് അങ്ങേരും ഈ പറഞ്ഞതുപോലെ 38 വയസ്സ് വരെ എന്തെടുക്കുകയായിരുന്നു. ഇപ്പോൾ മനുഷ്യനല്ലേ, ജീവിതത്തിൽ പല കാര്യങ്ങളും ഉണ്ടായേക്കാം. റെസ്പോൺസിബിലിറ്റി എപ്പോഴാണ് വരുന്നത്? വിവാഹം കഴിക്കുന്ന അന്ന് മുതലാണ്. അപ്പോൾ അതിനു മുമ്പുള്ള കാര്യങ്ങൾ, മനുഷ്യൻ കാണിക്കുന്ന തോന്നിയാസങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ആർക്കും കല്യാണം കഴിക്കാനും നല്ലവരായിട്ട് ജീവിക്കാനും പറ്റുകയില്ല. അപ്പം കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ സ്വഭാവം അനുസരിച്ച് നിങ്ങൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് അനുസരിച്ച് ജീവിക്കുക, അതാണ് ജീവിതം. അല്ലാതെ മുൻപിപ്പോൾ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളൊക്കെ ഇപ്പം അനലൈസ് ചെയ്തിട്ട് കാര്യമില്ല. നിർത്തേണ്ട സമയത്ത് നിർത്തുക, നല്ല വഴിക്ക് തിരിയുക, അത് മാത്രമേ പ്രാക്ടിക്കലായി നടക്കുകയുള്ളൂ. അത് പണ്ടുണ്ടതും നമ്മൾ പോയതും ഒക്കെ ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല. ജീവിതം പറഞ്ഞാൽ ഇങ്ങനെ ചക്രം പോലെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം വരുന്ന കാര്യങ്ങളെ അന്നേരം മാനേജ് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് നല്ലതാകാൻ കിട്ടുന്നൊരു അവസരത്തിൽ നമ്മൾ നല്ലവരായിട്ട് മുന്നോട്ട് പോവുക. അവിടെ എന്തെങ്കിലും വിഘാതം ഉണ്ടാകുകയാണെങ്കിൽ അന്നേരം ആലോചിക്കാം. കാര്യങ്ങളെ ഫേസ് ചെയ്ത് പോയെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. അല്ലാതെ 2 കിലോമീറ്റർ അപ്പുറത്ത് പുഴയുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് തുണി എടുത്ത് തലേ കെട്ടാൻ പറ്റുമോ? അപ്പോൾ കല്യാണം കഴിഞ്ഞ് വിശ്വസ്തയായിട്ടിരിക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങളുടെ മാനസിക നിലയെ ആശ്രയിച്ചിരിക്കും. അതായത് 38 വയസ്സുള്ള ഭർത്താവാണ്, അങ്ങേർക്ക് കുറവുകൾ കാണും, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതാണല്ലോ ജീവിതം. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അല്ലാതെ കടലിൽ പോയപ്പോൾ തിമിംഗലം കണ്ടു, സ്രാവ് കണ്ടു എന്ന് പറഞ്ഞിട്ട് തോട്ടി വന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും? പരൽമീനാകും. അപ്പോൾ പരൽമീനെ കണ്ടെന്ന് പറഞ്ഞാൽ തോട്ടിൽ കുളിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മീനും പിടിച്ചു പോകാൻ മിടുക്കുണ്ടെങ്കിൽ മാത്രം കല്യാണത്തിലേക്ക് കടന്നാൽ മതി. എവിടെ പോയാലും അവിടെ അഡ്ജസ്റ്റ് ചെയ്യണം. കടൽ മാത്രമേ ഞാൻ തോണി തൊഴിയുമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അല്ല. അപ്പം മനുഷ്യന് അത്രത്തോളം അഡ്ജസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. പ്രതീക്ഷിച്ച് പോകുന്നത് ചിലപ്പോൾ കടലായിരിക്കില്ല, ചിലപ്പോൾ കുളമായിരിക്കും. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അതും അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു സംഗതി തന്നെയാണ് ജീവിതം. അങ്ങേർക്ക് തിരിച്ചും അങ്ങനെ ആകാമല്ലോ. ആർക്ക് വേണമെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റുകളിൽ കൂടി മാത്രമേ ജീവിതത്തിൽ ഭാര്യ ഭർത്തൃബന്ധം നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് മൈൻഡിനെ ചേഞ്ച് ചെയ്യുക, ഫ്ലെക്സിബിളായിരിക്കുക. അല്ലാതെ കുറ്റബോധം കൊണ്ട് നടന്നിട്ട് എന്താ? കല്യാണമൊന്നും കഴിച്ചിട്ട് ജീവിക്കാനൊന്നും പറ്റിയില്ല. കഴിഞ്ഞത് കഴിഞ്ഞു, പുതിയൊരു ജീവിതം. അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ പ്രാക്ടിക്കലായി ചിന്തിക്കുന്നതായിരിക്കും ജീവിതത്തിൽ ഏറ്റവും നല്ലതല്ല. അതിപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇതിനൊന്നൊരു റെമഡിയും ഇല്ലാത്തത് കൊണ്ട് വളരെ നൈസായിട്ട് നല്ലവളായ ജീവിതത്തിലേക്ക്, കല്യാണ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക കേട്ടോ.